എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബഡ് പ്ലാവിൻ്റെ തൈ നടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ കുരുവിട്ട് പ്ലാവ് കിളിപ്പിക്കുകയാണെങ്കിൽ അത് കായ്ക്കാൻ ഒത്തിരി വർഷം എടുക്കും. പക്ഷേ ഇത് 1-2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ബഡ് വരിക്ക പ്ലാവിൻ്റെ തൈയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ഒരു വരിക്കപ്ലാവാണ്. നല്ല ഇനം ഒരു വരിക്കപ്ലാവ്. 2 കൊല്ലം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയണത്. വലിയ ചുളയാണിതിന്, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്കിന്നൊന്ന് വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു 1.5 അടി സമയതിരത്തിൽ നമ്മളൊരു കുഴി എടുക്കുവാണ്. 1.5 അടി സമയതിരത്തിൽ താഴെയും സമയതിരായിട്ട് 1.5 അടി എടുത്തിട്ട് അതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുഴി എടുക്കാം. നമുക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഇതിന് എപ്പോഴും ചൂടധികം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും വീർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് 2 മടൽ ഇങ്ങനെ അടി വയ്ക്കണം, നല്ലതാണ്. അതിനുശേഷം നമ്മൾ വാങ്ങിയിരിക്കുന്ന പ്ലാവ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വേരൊന്നും പോകാത്ത രീതിയിൽ പയ്യെ കട്ട് ചെയ്യണം. അത് ഇളക്കം തട്ടരുത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വയ്ക്കണം. കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചാണകപ്പൊടി അടിയിലിട്ട് കൊടുക്കണം, നല്ലതാണ്. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി എല്ലുപൊടിയും നമ്മളിട്ടാൽ കുറച്ച് നാളത്തേക്ക് നമ്മളിതിന് വളം ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് എല്ലുപൊടിയാണ്. കുറച്ച് എല്ലുപൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ തൊണ്ട് വെള്ളം വലിച്ചോളും. മേളിലൊഴിച്ചു. ഓക്കെ. ഇനി നമുക്കത് മണ്ണിട്ട് മൂടാം. ഇത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ തൊട്ടടുത്തായിട്ട് 2-3 മടൽ പൊതിമടൽ വെച്ച് കൊടുക്കണം, നല്ലതാണ്. കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാതിരിക്കും, തണുവ് കിട്ടും എപ്പോഴും. അപ്പം നമ്മൾ അത് തന്നെയല്ല, പ്ലാവ് വയ്ക്കുമ്പോൾ ഒരു നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട്. അധികം ചോലയില്ലാത്ത സ്ഥലത്തായിരിക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് കൂടുതൽ സമയം ഈർപ്പം നിലനിൽക്കും. അത് നല്ലതാണ്. ഓക്കെ. ഞാനിപ്പം വെള്ളവും കൂടി അതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നല്ല വെയിലത്താണ് വെക്കണതെങ്കിൽ ഇതുപോലെ വെച്ച ഉടനെ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു വാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് 2 തണൽ കുത്തി കൊടുക്കണം, നല്ലതാണ്. 2 തുഞ്ചാണി എടുത്തതിൻ്റെ തണൽ കുത്തി കൊടുക്കണം, നല്ലതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് കുത്തണം നോക്കാം.
നല്ല വെയിലായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു തണൽ കുത്തി കൊടുക്കുന്നത്. ആ തണൽ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് വേര് പിടിക്കുന്നത് വരെ അത് വാടാതെ തന്നെ നിൽക്കും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും നല്ല വെയിലാണെങ്കിൽ ചിലപ്പം ചെറിയൊരു വാട്ടം ഉണ്ടാവും. ആ വാട്ടം ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു തണൽ കുത്തി കൊടുക്കുന്നത്. ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്.